എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. അപ്പോൾ ഇന്നിപ്പോൾ അടുക്കളയിലിപ്പോൾ നിൽക്കുകയാണ്. എന്താണ് കറി വയ്ക്കേണ്ടത് എന്നുള്ള ചിന്തനയാണ്. കറി വയ്ക്കാനായിട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, ഉള്ളതങ്ങ് വെച്ചൊരു കറി വയ്ക്കാം. എന്തായാലും ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ അരി അടുപ്പത്താണ്. അരി അടുപ്പത്ത് തിളയ്ക്കാൻ കാത്തിരിക്കുകയാണ്. തിള എന്ന് തിളയ്ക്കുവാൻ. എങ്ങനെ തിള എന്ന് തിളയ്ക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നരി പോലെ എടുക്കണം, പൊന്നരിയുടെ ചോറ് പോലെ എടുക്കണം. കാരണം വേവ് കൂടുതലായി കഴിഞ്ഞ് പിന്നെ ഒന്നിനും പറ്റില്ല. പിന്നെ അല്പം ശർക്കര നാളികാരം ഇട്ട പായസമാക്കാം. അപ്പോൾ അങ്ങനെ ചോറൊക്കെ അങ്ങനെ ആയിട്ട് വേണം ഇനി കൂട്ടാൻ്റെ പരിപാടി, കറിയുടെ പരിപാടി നമുക്ക് നോക്കാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ മുരിങ്ങയുടെ ഇലയിരിക്കുന്നുണ്ട്. അത് ഇന്നലെ ഞാൻ നന്നാക്കി വൃത്തിയാക്കി വെച്ചു. ഇന്നലെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് അങ്ങ് ഒരു മുരിങ്ങയുടെ കൊമ്പ് ഒടിഞ്ഞങ്ങ് വീണു. അതിൽ നിന്നൊരു 10 ഇല ഞങ്ങട്ട് ഉരിഞ്ഞെടുത്തു. ഇന്നലെ തന്നെ വൃത്തിയാക്കി അങ്ങ് വെച്ചു. പിന്നെ നോക്കുമ്പോൾ ഇതായത് എൻ്റെ പട്ടിക്കുട്ടിക്കുള്ള പാലാണ്. പട്ടിക്കുട്ടിക്കുള്ള പാലും വെള്ളം അവൾ അതേ കുടിക്കൂ. ഇതാ അവളവിടെ കിടന്ന് വിശ്രമിക്കുകയാണ്. അവളവിടെ ഉറങ്ങാണ്. കുഞ്ചിയേ ഇതാ കുഞ്ചി എന്നാണ് അവളുടെ പേര്. പിന്നെ നമുക്ക് പരിപ്പ് അടുപ്പത്ത് വയ്ക്കാനായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലല്പം മഞ്ഞപ്പൊടി അങ്ങോട്ടിട്ട് അടുപ്പത്ത് വെച്ച് വേവുമ്പോൾ മുളക് പൊടി ഉപ്പ് ചേർത്തി കൊടുത്ത് അരിപ്പ് ചേർക്കണം. അരിപ്പിന് ഇതാ ഞാൻ കുറച്ച് നാളികേരം, ഒരു മുറി തേങ്ങ അരിക്കി വെച്ചിട്ട് 2 മണി ജീരകം ഇട്ടിട്ട് ഇതങ്ങ് അരച്ചെടുത്ത് അരപ്പെടുത്തതിന് ശേഷം ഈ പരിപ്പിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്ത് 2 തിളയ്ക്കുമ്പോൾ നമ്മുടെ ഈ മുരിങ്ങയുടെ ഇല അങ്ങോട്ട് വാരിയിട്ട പിന്നെ ഒന്നും ചിന്തിക്കാൻ നിൽക്കരുത് നിങ്ങൾ. ഉടനെ തന്നെ നമ്മളത് ഇറക്കി വെച്ചിട്ട് കടുക് മൂപ്പിച്ച് അങ്ങോട്ട് ഒഴിക്കണം. അങ്ങനെ കടുക് മൂപ്പിച്ച് അങ്ങോട്ട് ഒഴിക്കണം. പിന്നെ നമുക്കെന്ന് പറഞ്ഞ 2 പാപ്പടം കൊത്തി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കൊണ്ടാട്ടമുളകുണ്ട്, അത് വറക്കാം. പിന്നെ ഫ്രിഡ്ജിൽ തൈര് ഇരിക്കുന്നുണ്ട്. കണ്ണിമാങ്ങയുടെ അച്ചാർ 2 ടീസ്പൂൺ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പോരെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ. അപ്പം നമുക്ക് കാണാം മക്കളെ. അപ്പോൾ നമ്മുടെ മുരിങ്ങയുടെ കറിയായി. പിന്നെ അതേ തൈരിട്ട്, ഞാൻ പറഞ്ഞില്ല കുറച്ച് തൈരുണ്ട്. പിന്നെ നമ്മുടെ കണ്ണിമാങ്ങ 1 ടീസ്പൂൺ എന്ന് പറഞ്ഞില്ല, അത് തന്നെയുള്ളൂ. പിന്നെ പപ്പടവും മുളകും ഇതൊക്കെയാണ്. അപ്പോൾ കഞ്ഞി കുടിക്കാം. അപ്പോൾ കുട്ടിയമ്മയ്ക്ക് എന്നപ്പോൾ അയ്യോ വരുന്നു മറ്റു മണിക്കൂറൊന്നായി. നിങ്ങൾക്ക് തന്നിട്ട് വേണം എനിക്ക് കഴിക്കണമെങ്കിൽ വേണമെങ്കിൽ വരും. ഇതാണ് കുട്ടിയമ്മയുടെ സ്വഭാവം. കുട്ടിയമ്മ ഈ പറഞ്ഞ കണക്കാ വേണമെന്നൊക്കെ പറയും. എന്നിട്ടോ എന്താവും, നമ്മളിങ്ങനെ നോക്കിയിരിക്കണം. വിളമ്പിയിട്ട് വല്ല പല്ലി മൂത്രമൊക്കെ ചെയ്യില്ലേ. അപ്പം എൻ്റെ അമ്മ TV ഓഫ് ചെയ്തു. അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നം വേണ്ട. അപ്പോൾ എൻ്റെ അമ്മയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നറിയില്ല, വിളിച്ചാകുമ്പോൾ 4 വട്ടമായി ഇപ്പോൾ പോണു. ഇതുതന്നെയാണ് എൻ്റെ അമ്മയുടെ ജോലി. ഇങ്ങനെ കറങ്ങും പോയിട്ട്, എന്നിട്ട് റോട്ടിൽ കിടക്കുന്ന സർവ്വ ചപ്പവും ചവറും പ്ലാസ്റ്റിക്കും കുപ്പിയും പറക്കി കൊണ്ടുവരിക, വീടിൻ്റെ ചുറ്റും ഇടുക. ഇതൊക്കെയാണ് അമ്മയുടെ പരിപാടി. കുട്ടിയമ്മയ്ക്ക് ചോറ് കൊടുക്കണുണ്ട്, കഴിക്കുമെന്ന് അറിയില്ല. ഇത്ര അതിന് കൊടുത്ത് നോക്കട്ടെ. എന്നാ വെള്ളം എടുത്തോ? എന്നാൽ വെള്ളം എടുക്കാൻ പോയിട്ട് കുഞ്ചി പാലൊക്കെ കുടിച്ച് കിടക്കുക കേട്ടോ. അവർക്ക് പാലൊക്കെ കൊടുത്തു. പിന്നെ ഇവർക്ക് അധികം കറിയൊന്നും വേണ്ട. ഇവർക്ക് ഈ ചാറ് കറിയേ വേണ്ടോ. ചാറ് കറി പപ്പടം മതി. പിന്നെ ഒന്നും അവർക്ക് വേണമെങ്കിൽ അവർ ചോദിക്കുള്ളൂ. പിന്നെ അവർക്ക് വേണമെങ്കിൽ ചോദിച്ചാലേ ഞാൻ കൊടുക്കുള്ളൂ. അപ്പോൾ അവർ ചോദിക്കും എന്നോട് അച്ചാറുണ്ടോ മോരുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ കൊടുക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, ഇഞ്ചമ്പുളിയാണ്. അപ്പോൾ ഞാൻ കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യൂർ നമ്മൾ കൊടുത്ത് കൊണ്ട് കളയും. ഉപ്പ ചോറ് ഇതും കൊടുക്കാം. അമ്മ വരുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കാം. നിങ്ങൾ കഴിച്ചോ? എവിടെ വയ്ക്കണ്ടേ? മിറ്റതാ അവിടെ വെച്ചോ എന്ന് പറയണത്. ഇനിയിപ്പോൾ എൻ്റെ പാത്രം എടുക്കട്ടെ. എൻ്റെ പാത്രം
ചോറ് പാത്രം, എൻ്റെ ചോറ് പാത്രം, എൻ്റെ ചോറ് പാത്രം. വന്നു അമ്മ ദേവി എത്തി. തണ്ടലൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പറക്കിയിട്ടാ വരണേ? എന്നിട്ട് പറക്കാനാ പോയി എന്നേ? ചപ്പൻ ചവറ എല്ലാം ചെയ്യേ, അത് പറഞ്ഞിട്ട് കാര്യം. എനിക്ക് ചോറ് 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 എനിക്ക് ചോറ് 2 കയ്യിൽ ചോറ് അത് മതി. എനിക്ക് 2 പാത്രം ചോറ്, 2 പാത്രമല്ല 2. പിന്നെ ഇത്തിരി മുരിങ്ങക്കറി, പിന്നെ തൈര് കുറച്ച് ഒഴിക്കാം, കുറച്ച് തൈര്. അതിൻ്റെ മുകളിലേക്ക് കണ്ണിമാങ്ങ അച്ചാർ. എന്താ വേണ്ടേ? അതാ കട്ടിലമ്മ കൊണ്ട് വയ്ക്കുകയോ? ഞാൻ ചോറ് വിളമ്പില്ലേ? എന്തുണ്ടെങ്കിലും കട്ടിലമ്മ കൊണ്ട് വയ്ക്കുക. പപ്പടം, പിന്നെ നമ്മുടെ കുണ്ടാട്ടം മുളക്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ചോറ്റുപാത്രം. അതൊക്കെയായി. ഇതൊരു കൊണ്ട് വയ്ക്കട്ടെ. ഞാൻ അവിടെ ഇരുന്നിട്ട് കഴിക്കുക, എന്നാലേ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഇരുന്ന് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് പോകണം. അതിങ്ങനെയൊക്കെ. ഇനി എന്താ അമ്മയ്ക്ക് കഞ്ഞി വേണോ? കഞ്ഞി ആയിയാ? വേണ്ട, ശരി. ഞാൻ ഭക്ഷണം കഴിക്കട്ടെ മക്കളെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറി. മുരിങ്ങയുടെ ഇല ഒക്കെ ഞാൻ പറഞ്ഞു. നല്ല ചൂടുണ്ട് മക്കളെ. ഇതൊക്കെ ഇന്നൊക്കെ ഇങ്ങനെ പോട്ടെ ഒരു ദിവസം. നമുക്കിപ്പോൾ ആദ്യത്തെ അനുഭവം നല്ല എങ്ങനെ തന്നെയാണ്. നമുക്കിങ്ങനെ ജീവിക്കണം. ഇതിനെ കുറേ വലിപ്പം പറയണം. ചിലവർ വലിയ വലിപ്പം പറയും. എന്നോട് അതാണ്, എന്നോട് ഇതാണ്, ആരെ കുതിരാണ്. എനിക്ക് അങ്ങനെയൊന്നും പറയണ്ട. ഉള്ളത് പോലെ പറയുക. കൊണ്ടൊരു മോശം പേരുമില്ല. ഞാൻ കുറേ പൊക്കി പറഞ്ഞിട്ട് എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഇവിടെ എത്തുമ്പോൾ ഗാനം കിടും. അപ്പോൾ നമ്മളെങ്ങനെ ജീവിക്കുന്നത് അത് പറയണം. അല്ലാണ്ട് ആൾക്കാരെ കേൾക്കാനോ അല്ലെങ്കിൽ ആൾക്കാരെ എനിക്ക് ദാരിദ്ര്യമാണ് പാവാണെന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ പറയണത് സത്യമായ കാര്യമാണ്. സത്യമായ കാര്യം സത്യമായി പറയണം. അതറിയണവർക്ക് അറിയാം, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. അല്ലാത്തവർ വിചാരിക്കും നമ്മുടെ പാടും പറ്റുന്ന ആൾക്കാരെ അറിയിക്കുകയെന്ന്. അല്ല. തൈരിക്കൂടെ നമ്മുടെ തൈരിൻ്റെ കൂടെയും കണ്ണിമാങ്ങില്ലേ, സൂപ്പറാട്ടാ. അതുപോലെ നമ്മുടെ കൊണ്ടാട്ടം മുളക്, അതും മോരിക്കൂടെ അങ്ങനെ കുഴച്ച് നല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക. ലൈക്ക് ചെയ്യില്ല എല്ലാവരും. പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.